ഫെബ്രുവരി 2 തിങ്കളാഴ്ച മഗ്രിബ് കഴിഞ്ഞാലുള്ള സമയമാണ് കേട്ടോ, അത് മറക്കരുത്. ആ ദിവസം മഗ്രിബിക്ക് ശേഷം എല്ലാവരും 3 യാസീൻ ഓതും. നമുക്കറിയാം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസീൻ നിങ്ങൾ എന്തിനാണോ ഓതുന്നത് ആ കാര്യത്തിന് അത് മതിയെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്, അല്ലെ? അപ്പൊ 3 യാസീൻ നമ്മൾ ഓതേണ്ടത് എന്തിനാണ്? ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത് റബ്ബേ ആ ദീർഘായുസ് എനിക്കും എൻ്റെ കുടുംബത്തിന് നീ നൽകണേ എന്ന ഉദ്ദേശത്തോടെ. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ നിയ്യത്ത് ചെയ്യാം അല്ലാഹുവേ ബറക്കത്ത് റിസ്ഖിൽ വിശാലത നൽകി, അല്ലാഹുവേ അന്നം മുട്ടിക്കരുതേ മരണം വരെ എന്ന എൻ്റെ കുടുംബത്തിന് എനിക്ക് അല്ലാഹുവേ ഭക്ഷണത്തിൽ വിശാലത നൽകണേ എന്ന ഉദ്ദേശത്തോടെ രണ്ടാമത്തത്. മൂന്നാമത്തത് റബ്ബെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ എന്നെ മരിപ്പിക്കണേ എന്ന നിയ്യത്തോടെ 3 യാസീൻ ഓതി യജമാനായ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അതിന് നമ്മളൊക്കെ എത്ര തിരക്കാണെങ്കിലും സമയം കാണും. മഗ്രിബ് മുതൽ സുബഹി വരെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ചെയ്യുക ഏറ്റവും നല്ലത് ഇശാ മഗ്രിബിന് ഇടയിലാണ്. ഈ വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുർത്തദ സബീദ് റഹിമഹുല്ലാഹ് തന്റെ ഇത്തിഹാഫ് സാദാത്ത് മുസ്തഖീമിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിനിയാത്ത് തന്റെ നിഹായത്തുൽ അമലിലും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ 3 യാസീന് എല്ലാവരും നിർബന്ധ ബുദ്ധിയാൽ മക്കളെ കൊണ്ട് ഓതിപ്പിക്കുക, വീട്ടിലേക്ക് വിളിച്ച് പറയുക. ഈ 3 യാസീൻ ഇന്ന നിയ്യത്തൊക്കെ ചെയ്തിട്ടാണ് ഓതേണ്ടതെന്ന് പറയുക. അതിനുശേഷം പ്രിയപ്പെട്ടവരെ അന്നത്തെ പകല്, അതായത് രാത്രി കഴിഞ്ഞാൽ അന്നത്തെ പകല് നിങ്ങൾ എല്ലാവരും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക. ബറാഅത്തിന്റെ